ഇവരെന്താണ് ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പറയേണ്ട അവലാദികൾ, പ്രയാസങ്ങൾ, അള്ളാഹുവിന് മാത്രം ചെയ്തു തരാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ ബദരീങ്ങളോട് തേടുന്ന അവസ്ഥ സഹോദരങ്ങളെ ഖേദകരമായ അവസ്ഥയാണ് നമ്മുടെ ഈ നാട്ടിന് ചുറ്റും തന്നെ സംഭവിക്കുകയാണ്. 3-4 ദിവസം കഴിഞ്ഞാൽ ഇതാ റമദാൻ 17 ആവുകയാണ്. അതിന്റെ തലേന്ന് രാത്രി മുതൽ സഹോദരങ്ങളെ പല മസ്ജിദുകളിലും അസ്ർ നിസ്കാര ശേഷവും മഗ്രിബിന് ശേഷവും ഒക്കെ ഇതാ ബദർ മൗലൂദ് വലിയ ഈണത്തിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്. ബദരീങ്ങളോട് തേടുകയാണ്. സാധുക്കളായ ഒരുപാട് ആളുകൾ, കൂടെ ഇരിക്കുന്ന ആളുകൾ, അവർക്ക് ഒരു ചിന്തയേ ഉള്ളൂ, ഇത് കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നതാണ്, നമ്മുടെ ഉപ്പ ചെയ്തിട്ടുണ്ട്, ഉപ്പാപ്പ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ശരിയായിരിക്കും എന്ന ധാരണയിൽ അതിലെന്താണ് തേടുന്നതെന്ന് പോലും അറിയാതെ ആമീൻ പറയുകയാണ്. അള്ളാഹു അല്ലാത്ത ആളുകളോടുള്ള പ്രാർത്ഥനകൾക്ക്, കടുത്ത ശിർക്കിന്, ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾക്ക് സഹോദരങ്ങളെ ആമീൻ പറയുക. ഇനി വേറെ ചിലർ അങ്ങനെ ബദരീങ്ങളോട് നേരിട്ട് തേടിയിട്ടുണ്ടെങ്കിലും അവർക്ക് ഏറ്റവും കുറഞ്ഞത് ബദരീങ്ങൾ ആണ്ട് കഴിക്കണം, ആ ആണ്ടിന്റെ ഭക്ഷണമെങ്കിലും കഴിക്കണം. അങ്ങനെ ചിലരുണ്ട്, അവർക്ക് അതെങ്കിലും ഒന്ന് മതിയായതാണ് എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ ഒരു യുദ്ധത്തിന്റെ പേരിൽ ഒരു ആണ്ട് കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ശുഹദാക്കൾ ഉണ്ടായതിന്റെ പേരിൽ അവരുടെ ഓർമ്മയെന്നോണം എന്തെങ്കിലും ഒക്കെ ഒരു ആണ്ട് കഴിക്കണമെങ്കിൽ നോക്കൂ, ഹിജ്റ 2-ാം വർഷം മാത്രമാണ് ബദർ നടന്നിട്ടുള്ളത്. ഹിജ്റ 3 മുതൽ 11 വർഷം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ട്. മഹാന്മാരായ സ്വഹാബികളുണ്ട്. പിന്നീടും 90-100ഓളം വർഷം എത്ര സ്വഹാബികൾ ജീവിച്ചിരിപ്പുണ്ട്. അവരേതെങ്കിലും ഒരു സ്വഹാബികൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ ബദരീങ്ങൾക്ക് വേണ്ടി ഒരാണ്ടെങ്കിലും നടത്തിയിട്ടുണ്ടോ സഹോദരങ്ങളെ? ഒരാടിനെങ്കിലും അവർ അറുത്തിട്ടുണ്ടോ? ഒരു കോഴിയെങ്കിലും അവർ അറുത്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ ആണ്ട് കഴിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ, ആണ്ട് നേർച്ചകളാകട്ടെ, ഉറൂസുകളാകട്ടെ, ദീനുൽ ഇസ്ലാമിന് അത് പരിചയമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുകയാണ്, ആ പ്രവർത്തനത്തിൽ നമ്മുടെ കൽപ്പന ഇല്ല എങ്കിൽ അത് തള്ളപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം സഹോദരങ്ങളെ, മഅസിയത്തുകളെക്കാൾ, തിന്മകളെക്കാൾ വെറുപ്പുള്ള കാര്യമാണ് ഈ ബിദ്അത്തുകൾ. ഈ ബിദ്അത്തുകൾ കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ സാധിക്കുകയില്ല, പ്രതിഫലം നേടാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് റമദാൻ 17-ന് അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു പോരിശയുമില്ല എന്ന കാര്യം മനസ്സിലാക്കണം. അന്നേ ദിവസം പ്രത്യേകമായ പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന് യാതൊരു പോരിശയുമില്ല. അത് ബിദ്അത്തിന്റെ സദസ്സുകളാണ്, അല്ലാഹുവിന് വെറുപ്പുള്ള സദസ്സുകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത, മാതൃകയില്ലാത്ത സദസ്സുകളാണ് എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്.